പട്യാല ഹൌസ് കോടതിയിൽ വീണ്ടും ബിജെപി അഭിഭാഷകരുടെ ആക്രമണം. കോടതിയിൽ ഹാജരാക്കിയ കനയ്യകുമാറിനെ പോലീസ് സാന്നിധ്യത്തിൽ ബിജെപി അഭിഭാഷകർ തല്ലിച്ചതച്ചു. ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 5-അംഗ അഭിഭാഷക സംഘത്തിന് നേരെ കോടതിക്കുള്ളിൽ നിന്നും കല്ലേറ്. പോലീസ് സുരക്ഷയില്ലായിരുന്നുവെങ്കിൽ കൊല്ലപ്പെടുമായിരുന്നുവെന്ന് സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു. അതേസമയം കനയ്യകുമാറിനെ മാർച്ച് 2 വരെ റിമാൻഡ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പട്യാല കോടതി കനയ്യകുമാറിന്റെ ഹർജി പരിഗണിക്കും എന്നറിഞ്ഞതു മുതൽ ഈ RSS അഭിഭാഷകർ ആക്രമണം അഴിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം ഏതൊക്കെ തരത്തിലാണോ ആക്രമണം നടത്തിയത് അതേ തരത്തിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇന്നും പട്യാല കോടതിയിൽ നടന്നത്. സുപ്രീം കോടതി കഴിഞ്ഞ തവണത്തെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ പട്യാല കോടതിക്ക് നൽകിയിരുന്നു. ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം പാടെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു RSS അഭിഭാഷകരുടെ ആക്രമണം. കനയ്യകുമാറിനെ ഹാജരാക്കിയപ്പോൾ അയാളുടെ ജീപ്പിന് ചുറ്റും നിന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ചു. പുറത്തിറങ്ങിയ കനയ്യകുമാറിനെ കയ്യേറ്റം ചെയ്തു. കനയ്യയുടെ കാലിന് പരിക്കുപറ്റി. തുടർന്ന് കോടതി തന്നെ വിദഗ്ധ ഡോക്ടർമാരെ വിളിച്ചു വരുത്തിയ ശുശ്രൂഷ നൽകുകയായിരുന്നു. ഇതിനിടയിൽ കനയ്യയുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകുകയും ചെയ്തു. കോടതിയിൽ അക്രമം നടന്ന് സുപ്രീം കോടതി ഒരു 5-അംഗ അഭിഭാഷക സംഘത്തെ നിയോഗിച്ചു. ഈ അഭിഭാഷക സംഘം കോടതിയിൽ എത്തിയപ്പോൾ പോലും പട്യാല കോടതിയിലെ അക്രമികളായ സംഘം കൂക്കുവിളികളോടെ എതിരേറ്റു. ഇവർക്കെതിരെ കല്ലേറുണ്ടായി, അസഭ്യ വർഷമുണ്ടായി. രാജീവ് ധവാൻ എന്ന മുതിർന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചത് പാക് ചാരനെന്ന് വരെ മുദ്ര കുത്തപ്പെട്ടു എന്നാണ്. ഒരുപക്ഷെ പോലീസ് സുരക്ഷയില്ലായിരുന്നെങ്കിൽ കൊല്ലപ്പെടുമായിരുന്നുവെന്നും അഭിഭാഷക സംഘം സുപ്രീം കോടതിയെ അറിയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കനയ്യയുടെ ജീവൻ അപകടത്തിലാണെന്ന് ഈ സംഘം സുപ്രീം കോടതിയെ അറിയിക്കുകയുണ്ടായി. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും. പട്യാല ഹൌസ് കോടതി വളപ്പിലുണ്ടായ ആക്രമണത്തിൽ നിസ്സംഗ നിലപാടെടുത്ത ദില്ലി പോലീസ് കമ്മീഷണർ BS ബസിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ബൃന്ദ കാരാട്ട്. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ബസി പ്രവർത്തിക്കുന്നതെന്നും ബൃന്ദ കാരാട്ട് ആരോപിച്ചു. Mr. Basi has given direct patronage to a bunch of hooligans and goons who, in an unprecedented mood, inside the court not once but twice, has to be removed. He is such a person that he is acting on the direct guidance of this country's Home Minister. BJP അഴിച്ചുവിടുന്നത് അത്യന്തം നീചമായ ആക്രമണങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഇതിനെതിരെ എല്ലാ ജനാധിപത്യ ശക്തികളും ഒന്നിക്കണമെന്നും VS പറഞ്ഞു. RSS BJPക്കാർ ഹീനമായ അത്യന്തം നീചമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. JNUവിനെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും പൗരാവകാശത്തെയും പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ ശക്തികളും ജനാധിപത്യവാദികളെ കക്ഷികളും അണിനിരക്കേണ്ട ഘട്ടമാണ്. JNUവിനെ RSSന്റെ ഒരു കാര്യാലയമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യന്തം ഹീനമായ ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാബിലെ CPIM സംസ്ഥാന സമിതി ഓഫീസിന് നേരെ BJP പ്രവർത്തകരുടെ ആക്രമണം. അക്രമികൾ നടത്തിയ കല്ലേറിൽ ജനൽ ചില്ലുകൾ തകർന്നു. വാതിലുകളും അക്രമികൾ തകർത്തു. CPIM മുർദാബാദ്, പ്രകാശ് കാരാട്ട് മുർദാബാദ് എന്നീ മുദ്രാവാക്യം വിളിച്ചാണ് അക്രമികൾ എത്തിയത്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് നേരെയും BJP ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ AKG ഭവന് മുന്നിലെ ബോർഡിന് മുന്നിൽ എഴുതിവെച്ചു. സംഭവത്തിൽ 2 BJP പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. JNUവിൽ രാജ്യദ്രോഹ പ്രവൃത്തികൾ നടന്നിട്ടില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്തത് ദില്ലി പോലീസിന്റെ അമിതാവേശമായിരുന്നെന്നും രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാട്ടി. അതേസമയം കനയ്യകുമാറിന് എതിരെ ചുമത്തിയ കുറ്റങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ദില്ലി പോലീസ്. ഹോസ്റ്റൽ മെസ്സിൽ ബീഫ് ആവശ്യപ്പെട്ടതും അസുര ആരാധനയും നടത്തിയതാണ് വിദ്യാർത്ഥികൾക്കെതിരായ രാജ്യദ്രോഹ കുറ്റമായി പോലീസ് ചുമത്തിയിരിക്കുന്നത്. JNU വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കനയ്യകുമാർ രാജ്യദ്രോഹ പ്രവൃത്തികൾ നടത്തിയിട്ടില്ലെന്ന അന്വേഷണ റിപ്പോർട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയത്. JNUവിൽ ലഷ്കർ-ഇ തയ്യബയുടെ പിന്തുണയിലാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്ന് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് JNUവിൽ വിദ്യാർത്ഥികൾ രാജ്യദ്രോഹ പ്രവൃത്തികൾ നടത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയത്. കനയ്യയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് ദില്ലി പോലീസിലെ ചിലരുടെ താൽപര്യമായിരുന്നെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കനയ്യയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളിൽ ദില്ലി പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. വിചിത്രമായ റിപ്പോർട്ടാണ് പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതിനുള്ള കാരണങ്ങൾ പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് ഇപ്രകാരമാണ്. ഹോസ്റ്റൽ മെസ്സിൽ ബീഫ് ഉൾപ്പെടുത്താൻ കനയ്യ അടക്കമുള്ള വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു.
നവരാത്രി ദിനത്തിൽ അസുര ആരാധന ഹോസ്റ്റലിൽ സംഘടിപ്പിച്ചു. ദില്ലി പോലീസ് തന്നെ നിയോഗിച്ച പോലീസുകാരൻ സർവകലാശാലയിൽ നിന്ന് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാശ്മീർ വിഘടനവാദി നേതാവ് ഗിലാനിയെ JNUവിൽ അതിഥിയാക്കിയെന്നും ബീഫ് ആവശ്യം ഗിലാനി വഴി ആവശ്യപ്പെട്ടിരുന്നെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 10 DSU വിദ്യാർത്ഥികളും 9 DSF വിദ്യാർത്ഥികളുമാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പോലീസ് കമ്മീഷണർ BS ബസി കൂടിക്കാഴ്ച നടത്തി. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് വ്യക്തമായ തെളിവുകളിലാണെന്നും വിദ്യാർത്ഥിക്ക് ക്ലീൻ ചീറ്റ് നൽകാനാകില്ലെന്നും ബസി പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. JNU കേസ് പരിഗണിക്കുന്നതിനിടയിൽ സുപ്രീം കോടതിയിൽ നാടകീയ രംഗങ്ങൾ. അഭിഭാഷകർ കോടതിക്കുള്ളിൽ BJP അനുകൂല മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യം വിളിച്ച അഭിഭാഷകനെ പോലീസ് പുറത്താക്കി. അഭിഭാഷകനെ സുപ്രീം കോടതി ശാസിച്ചു. അപൂർവ സംഭവമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. സുപ്രീം കോടതിയുടെ സമീപകാല ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. പട്യാല ഹൗസ് കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി 5-ാം നമ്പർ കോർട്ടിൽ ജസ്റ്റിസ് ചെലമേശ്വറിന്റെ അധ്യക്ഷതയിൽ പരിഗണിക്കുകയായിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ കോടതി മുറിക്ക് സമീപമാണ് 5-ാം നമ്പർ കോടതി. പട്യാല കോടതിയിൽ നടന്ന ആക്രമണത്തെ അനുകൂലിച്ച് അഭിഭാഷകൻ വാദിക്കുന്നതിനിടെ അദ്ദേഹത്തോടൊപ്പം എത്തിയ അഭിഭാഷകൻ രാജീവ് യാദവ് കോടതിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു. വന്ദേമാതരം എന്ന ഉച്ചത്തിൽ അഭിഭാഷകൻ വിളിച്ചതോടെ അല്പസമയത്തേക്ക് കോടതി നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. മുദ്രാവാക്യം വിളിച്ച അഭിഭാഷകൻ അപ്പോൾ തന്നെ കോടതി നമ്പർ 5-ൽ നിന്നും ഇറങ്ങിയോടി. കനത്ത സുരക്ഷയാണ് സുപ്രീം കോടതിക്കുള്ളത്. അഭിഭാഷകരടക്കം എല്ലാവരെയും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങിയോടിയ അഭിഭാഷകനെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. ബെഞ്ച് കനത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്ന് മനസ്സിലായതോടെ മുദ്രാവാക്യം വിളിച്ച അഭിഭാഷകൻ തിരിച്ചെത്തി ഖേദപ്രകടനം നടത്തി. താക്കീത് നൽകിയ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള നടപടികൾ വച്ചുപൊറുപ്പിക്കാനാകില്ലെന്നും അറിയിച്ചു. അഭിഭാഷകനെ കോടതി മുറിയിൽ നിന്നും അപ്പോൾ തന്നെ പുറത്താക്കുകയും ചെയ്തു. മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ മാധ്യമപ്രവർത്തകർക്കായി നേരത്തെ വാദം നടത്തുമ്പോഴും ഇതേ അഭിഭാഷകൻ പുറകിൽ നിന്ന് ചെറിയ തോതിൽ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു. അതേസമയം കനയ്യകുമാറിനെ ഇന്ന് പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ സുരക്ഷ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. വാദിയുടെയും പ്രതിയുടെയും 2 അഭിഭാഷകർ വീതവും റിപ്പോർട്ട് ചെയ്യാൻ 5 മാധ്യമപ്രവർത്തകർ വീതവും 20 പേർ മാത്രം കോടതി മുറിക്കുള്ളിൽ നിന്നാൽ മതിയെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യദ്രോഹ കുറ്റം ചുമത്തി JNU വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷൻ കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്തതിനെയും ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൗരാവകാശ ലംഘനങ്ങളെയും രാജ്യാന്തര പണ്ഡിത സമൂഹം അപലപിച്ചു. നോം ചോംസ്കി, ഓർഹൻ പാമുക്, NV രാമണ്ണ തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക ശാസ്ത്ര മേഖലകളിലെ 85 പ്രമുഖരാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ അടിച്ചമർത്തലുകളെയും അടിയന്തരാവസ്ഥയും ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഭാവിയിലും സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിലും താൽപ്പര്യമുള്ളവരെല്ലാം ശക്തമായി പ്രതിഷേധിക്കണമെന്ന് പണ്ഡിത സമൂഹം ആവശ്യപ്പെട്ടു. പട്യാല കോടതി വളപ്പിൽ അക്രമം നടത്തിയ അഭിഭാഷകർക്ക് പിന്തുണയുമായി BJP അഭിഭാഷക സംഘടന. കേരള അഭിഭാഷക പരിഷത്ത് പാലക്കാട് ഘടകമാണ് പിന്തുണയുമായി രംഗത്ത് വന്നത്. JNU ജിഹാദി കമ്മ്യൂണിസ്റ്റുകാരെ തല്ലി പല്ലുകൊഴിച്ച പട്യാല ഹൗസ് അഭിഭാഷകർക്ക് അഭിനന്ദനം അർപ്പിച്ച് ജില്ലാ കോടതിയിലാണ് അഭിഭാഷക പരിഷത്ത് നോട്ടീസ് പതിച്ചത്. JNUവിൽ പട്ടികൾ കുരച്ചാൽ കാശ്മീർ സ്വതന്ത്രമാവില്ലെന്നും നോട്ടീസ് പറയുന്നു. BJP അഭിഭാഷക സംഘടനയുടെ നോട്ടീസിനെതിരെ ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ജില്ലാ കോടതി പരിസരത്ത് പ്രതിഷേധ യോഗം ചേർന്നു. JNU സംഭവത്തിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ RSS ആക്രമണമുണ്ടായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, എന്താണ് സംഭവിച്ചത്? ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ JNU സംരക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഈ മാർച്ചിന് നേരെയാണ് ഇപ്പോൾ RSS പ്രവർത്തകർ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് അഭിഭാഷകർ ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. JNU സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ഇവിടേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. JNUവിനെ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിച്ചിരുന്നത്. ഇതിനിടെയാണ് RSS പ്രവർത്തകർ കടന്നു കയറുകയും ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത്. സ്ഥലത്ത് ഇപ്പോൾ നേരിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയുമാണ്. വൻ പോലീസ് സംഘവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് അഭിഭാഷകർ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം സംഘടിപ്പിക്കുകയാണ്. തങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ലോയേഴ്സ് യൂണിയൻ നേതാക്കൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. സ്വാമി ദിനകർ, 2 അഭിഭാഷകർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. പരിക്ക് ഗുരുതരമാണോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? സ്വാമി, നേരിയ പരിക്ക് അഭിഭാഷകർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരുടെ നില ഗുരുതരമല്ല.
സംഭവ ഉടൻ തന്നെ പോലീസ് എത്തിയതുകൊണ്ട് ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്, അല്ലെങ്കിൽ സ്ഥിതി ശാന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. സ്വാമി, ഇപ്പോഴും സ്ഥലത്തെ അവസ്ഥ എങ്ങനെയാണ്? നിലവിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടോ? സ്വാമി, സ്ഥലത്ത് സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പോലീസ് ജാഗരൂകരാണ്. കാരണം വീണ്ടും ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇവർ കുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം വഷളാകാൻ ഇടയുണ്ട് എന്ന സ്ഥിതിയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥലത്ത് വൻ പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്, തങ്ങളെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച്. സ്വാമി, ശരി ദിനകർ, JNU സംഭവത്തിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ RSS ആക്രമണം നടന്നിരിക്കുന്നു. ഇതിൽ 2 അഭിഭാഷകർക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് KG ദിനകർ റിപ്പോർട്ട് ചെയ്യുന്നത്. JNU സംഭവത്തിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ മാർച്ചിന് നേരെ RSS ആക്രമണമുണ്ടായി. ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കുന്നതിനായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ് ചേരുന്നുണ്ട്. പ്രമോദ്, RSS ആക്രമണം യാതൊരു പ്രകോപനവും ഇല്ലാതെ ഉണ്ടാവുകയായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? യാതൊരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം 6:20 പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും തിരുവനന്തപുരത്ത് സീനിയർ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ ലോയേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു കനയ്യകുമാറിനെ മോചിപ്പിക്കുക, ഭരണകൂട ഭീകരത അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് നടത്തിയത്. ആ മാർച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ എത്തിച്ചേരുമ്പോൾ അവിടെ മറ്റു മാർച്ചോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഒരു മാർച്ച് KK ജയചന്ദ്രൻ MLA അഭിസംബോധന സംസാരിച്ച് അവസാനിപ്പിക്കുന്ന സമയമാകുമ്പോൾ BJP RSSന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് ഒരു 100-300ഓളം പേർ കടന്നു വന്നു. അവർ പൊടുന്നനെ കടന്നു വരികയും ആ മാർച്ചിൽ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യവും അതുപോലെ ബാനറിൽ ആ കനയ്യകുമാറിനെ മോചിപ്പിക്കുക, ഭരണകൂട ഭീകരത എന്ന മുദ്രാവാക്യം കണ്ടതും അത് വിരളി കൊണ്ട് അവർ അതിനെ അവിടെ കൂടിയ അഭിഭാഷകരെ മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു. അതാണ് അവിടെ ഉണ്ടായത്. വനിതാ അഭിഭാഷകരടക്കമുള്ളവർക്ക് പരിക്കേൽക്കുകയുണ്ടായി. ഇപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ആവശ്യമായ പോലീസ് സംരക്ഷണം ആ സമരസ്ഥലത്ത് നൽകാത്തത് കൊണ്ട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ അഭിഭാഷകരായിട്ടുള്ളവരുടെ നേതൃത്വത്തിൽ പിക്കറ്റിംഗ് നടക്കുകയാണ്. ശ്രീ പ്രമോദ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സമീപനം എങ്ങനെയായിരുന്നു? ദില്ലിയിലടക്കം നമ്മൾ കണ്ടതാണ്, പലപ്പോഴും ഇത്തരം അക്രമ സംഭവങ്ങളിൽ പോലീസ് നിസ്സംഗ നിലപാട് സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് കണ്ടത്. ഇവിടെ എങ്ങനെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സമീപനം? പോലീസ് തികഞ്ഞ നിസ്സംഗതയായിരുന്നു. കാരണം ലോയേഴ്സ് യൂണിയൻ ഉയർത്തിയ മുദ്രാവാക്യവും അതുപോലെ BJP ഉയർത്തിയ പ്രതിഷേധ മാർച്ചും ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാവുന്നതാണ്. എന്നാൽ ആവശ്യമായി ഒരു മുൻകരുതലും എടുത്തില്ല. മറിച്ച് അക്രമകാരികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അഭിഭാഷകരായിട്ടുള്ളവരെ പോകണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് ആ സെക്രട്ടേറിയറ്റ് നടയിലുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സ്റ്റാൻഡ് എന്താണ്? ഞങ്ങളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ പോലീസിന്റെ വലിയ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയുണ്ട്. അപ്പോൾ അതിന് ഉയർന്ന പോലീസ് ഓഫീസർമാരടക്കമുള്ളവർ ഈ കാര്യം അന്വേഷിക്കണം, ആവശ്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. അവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ അഭിഭാഷകരെ വനിതാ അഭിഭാഷകരടക്കം മർദ്ദിച്ചവരെ എതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് പ്രമോദ്, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചിരുന്നത്. JNU സംഭവത്തിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ മാർച്ചിന് നേരെ RSS ആക്രമണമുണ്ടായിരിക്കുന്നു. ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ്. മറ്റു വാർത്തയിലേക്ക്. ചേർത്തല പള്ളിപ്പുറത്ത് RSS സംഘം CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തി. ഷിബു എന്ന 38 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച മർദ്ദനത്തിൽ പരിക്കേറ്റ ഷിബു ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. CPIMനെ അക്രമ രാഷ്ട്രീയം പറഞ്ഞ് അധിക്ഷേപിക്കുന്നവർ കൊലപാതകം തൊഴിലാക്കിയിരിക്കുകയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ചേർത്തലയിൽ CPIM പ്രവർത്തകൻ ഷിബുവിനെ RSSകാർ കൊന്നതിൽ പ്രതിഷേധിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പിണറായി ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്രഭരണത്തിന്റെ തണലിൽ RSS അഴിഞ്ഞാടുമ്പോൾ കുട പിടിച്ചു കൊടുക്കുന്നവരായി സംസ്ഥാന സർക്കാർ അധപ്പതിച്ചിരിക്കുകയാണെന്നും പിണറായി പോസ്റ്റിൽ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്ന് CAG റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി നിയന്ത്രിക്കാനായില്ലെന്നും മൊത്തം ചെലവ് 5 വർഷം കൊണ്ട് ഇരട്ടിയായെന്നും റിപ്പോർട്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വരുമാനം കുറഞ്ഞതായും ചെലവും പലിശയും നേരിടാൻ വരവ് പര്യാപ്തമല്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു.